ജോർജ് ജോസഫ് നമ്മൾ സൂര്യനെല്ലി കണ്ടു. അന്ന് 40 ദിവസം നിരന്തര പീഡനമാണ്. അന്ന് 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ മൊഴി അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞു തള്ളുന്നു. പിന്നെ സുപ്രീം കോടതി പോകുന്നു. പിന്നെ വീണ്ടും ഡിവിഷൻ ബെഞ്ച് ചേരുന്നു. അതിൽ ശിക്ഷിക്കപ്പെട്ട നമ്മൾ കണ്ടു. നമ്മൾ തീർന്നു അവിടെ അവസാനം. നമ്മൾ കേരളം കണ്ട പ്രധാനപ്പെട്ട ഒരു ഗ്യാങ് റേപ്പാണത്. അത് ഇത്രയും ഇല്ല. അതിനുശേഷം കിളിരൂർ നമ്മൾ കണ്ടു. അതിലൊരു VIP പേര് കിട്ടി എവിടെയും എത്തിയില്ല. കവിയൂർ നമ്മൾ കണ്ടു. ഇപ്പോഴും അതെന്താണെന്ന് അറിയില്ല. പൂവരണി നമ്മൾ കണ്ടു. വിതുര നമ്മൾ കണ്ടു. നമ്മൾ എത്രയെത്ര ഗ്യാങ് റേപ്പുകൾ ഈ കേരളത്തിൽ കാണുന്നുണ്ട്. എത്രയെത്ര പെൺകുട്ടികൾ അങ്ങേയറ്റം ദയനീയമായ സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി രോഗം വന്ന് മരിച്ചുപോയ കാര്യം നമ്മൾ കാണുന്നില്ലേ? ഈ സൂര്യനെല്ലിയിലാണോ വിതുരയിലാണോ സ്വകാര്യ ഭാഗങ്ങളിൽ വല്ലാതെ വേദനയായിട്ട് പഴുത്ത അവസ്ഥയിൽ പോലും അതിനെക്കൊണ്ട് പീഡിപ്പിച്ച കഥ നമ്മൾ കണ്ടില്ലേ? ശ്രീ ജോർജ് ജോസഫ് വീണ്ടും അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ 62 പേർ പീഡിപ്പിച്ച ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ്. ഞെട്ടലുണ്ടാക്കണ്ടേ കേരളത്തിന് ജോർജ് ജോസഫ്? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ധന്യരാമനെ എനിക്ക് 3 വയസ്സ് മുതൽ അറിയാം. കാരണം എന്നെ സർക്കാർ ഉപദ്രവിച്ചിട്ട് ധന്യരാമൻ്റെ നാട്ടിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് 3 ജില്ലയുടെ ഈ ഹരിജനങ്ങളെ ഉദ്ധരിക്കാനുള്ളൊരു സ്ക്വാഡിലോട്ട് തട്ടി. ഞാൻ അവിടെ പോയി ധന്യരാമൻ്റെ വീട് സന്ദർശിച്ചു. അപ്പോൾ കാട്ടിലാണ്. ആ രാമനുമായിട്ട് പരിചയപ്പെട്ടു. ഞാൻ പോരുന്നിടം വരെ ആ മനുഷ്യൻ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. ധന്യരാമൻ്റെ പിതാവിനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കുറേ മുന്നോക്ക ജാതിക്കാരെ അടിച്ചതിന് ഞാൻ കേസെടുത്തതിനാണ് എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്. ഇവർക്കൊന്നും ഒരു പുരോഗതിയും ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഭാഗ്യം കൊണ്ട് ധന്യരാമൻ അവിടുന്ന് ഇത്രയും പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയായിട്ട് വന്നു. അതിന് എല്ലാ രംഗത്തും ഇതുപോലുള്ള 1700ഓളം കോളനി ധന്യരാമൻ പോയെന്ന് പറഞ്ഞാൽ അത് എനിക്കറിയാൻ പോകും. ധന്യരാമൻ അങ്ങനത്തെ മനസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ അവിടെ ഒരു അഭിഹിത ഗർഭം ഉണ്ടായി. അന്ന് രാമൻ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു അവിടെ സത്യാഗ്രഹം ഇരിക്കാൻ പറഞ്ഞു. സത്യാഗ്രഹം ഇരുന്നു. വലിയ പണക്കാരനാണ്, ഞാൻ പറയുന്നില്ല ആളുടെ പേരൊന്നും. അവിടെ ഇരുന്ന് ഞാൻ ഇടപെട്ട് അവർക്ക് 10 സെൻറ്റ് സ്ഥലവും വീടും വാങ്ങിച്ചു കൊടുത്തു. ധന്യരാമൻ്റെ പിതാവ് രാമൻ്റെ ഇടപെടലുകൊണ്ടാണ്. അപ്പം ഞാൻ അതിന് ഇവർക്ക് വരുന്ന ഇവരുടെ എല്ലാ കാട്ടിലുള്ള വസതികളും എല്ലാം ആ 3 ജില്ലകളിൽ സന്ദർശിച്ച മനുഷ്യനാണ് ഞാൻ. ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കോടിക്കണക്കിന് രൂപ വന്നാൽ അത് ആ സ്ക്വാഡിലുള്ളവർ വണ്ടി വാങ്ങിക്കും, അവിടെ ഒരു കെട്ടിടം വെക്കും, യുവമാർക്ക് വന്നിരിക്കാൻ. അതൊന്നും അല്ലല്ലോ ആവശ്യം. എല്ലാവരും ഇതുപോലത്തെ ഈ ഏരിയയിൽ താമസിക്കുന്നവർ നല്ല മദ്യപാനി ആണെങ്കിലും അവർക്ക് വീട്ടിലെ ആവശ്യമുള്ള ഫുഡ് നമ്മൾ എത്തിച്ചു കൊടുക്കുക. കാരണം ഇതെല്ലാം കൈയിട്ട് വരുന്ന ഒരു മേഖലയാണ്. അതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുമ്പം ഇപ്പം അതിന് സന്ദർഭം വന്നു. ധന്യരാമനെ എത്രയോ വർഷം കൊണ്ട് 3 വയസ്സുള്ള ആ കുട്ടിയെ ഞാൻ അറിയുന്നതാണ്. അവരുടെ വേദനയും കുടുംബവും ഒക്കെ ഞാൻ അറിയുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഞാൻ ആ 3 ജില്ലയിലുള്ള ഇവരുടെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം 64 പേര് പീഡിപ്പിച്ചെന്ന് നമ്മൾ കണ്ടുള്ളൂ. എത്ര കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത്? അതൊന്നും വെളിയിൽ വരുന്നില്ല. ഗ്രാമങ്ങളിലുള്ള ഈ സെറ്റിൽമെൻറ്റ് ഏരിയയിലും അതുങ്ങൾക്ക് ഭയമാണ്. കാരണം അവരെ കൊല്ലും എന്ന് അവർക്ക് ഭയമാണ്. ആ കുട്ടിയെ റേപ്പ് ചെയ്തതിൻ്റെ പടം കാണിച്ചിട്ടല്ലേ യവന്മാർ 64 പേരൊന്നും ആയിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലുള്ള ഈ സെറ്റിൽമെൻറ്റ് ഏരിയയിലുള്ള കുട്ടികൾ ഇതുപോലെ വേദന അനുഭവിക്കും. ധന്യരാമൻ്റെ ആ സംസാരം ഞാൻ കേട്ടു. ഇവിടെ എന്തെല്ലാം രീതിയിലാണ് നമ്മൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് പ്രയോജനം? 64 പേര് ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ആരെങ്കിലും അറിഞ്ഞോ? എന്തുമാത്രം ആൾക്കാരുണ്ട്, എന്തുമാത്രം സംഘടനകളുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഏതായാലും CWCയെ ഞാൻ അഭിനന്ദിക്കുന്നു. നേരത്തെ അനിൽ അഡ്വക്കറ്റും ഉണ്ട്. അവരെടുത്ത ആ തീരുമാനം, ആ കുട്ടിയെ അതിനാവശ്യമായ ധൈര്യം കൊടുത്തു. അങ്ങനെ വന്ന് ആ കുട്ടിയുടെ പീഡനത്തിൻ്റെ കഥ, അത് ആ പിതാവ് സുഖമില്ലാത്ത ആളാണ്. പിതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഫോണിലേക്ക് വിളിക്കും, കൊച്ചെടുക്കും. അങ്ങനെയാണ് അതിനെ പതുക്കെ ഫീൽഡിൽ കൊണ്ടുവന്ന് ആ പീഡനം ചെയ്ത ആൾ ഇപ്പം വേറൊരു പീഡന കേസ് ജയിലിൽ കിടക്കുകയാണ്. ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. ഇതിനകത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോട് ധാരാളം പേര് വന്നിരിക്കുന്നു. മൈനറായ 2-3 പേര് വന്നിരിക്കുന്നു. 28ഓളം പേരെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇതൊരു പാഠം തന്നെയായിരിക്കണം. നമ്മൾ സൂര്യനെല്ലി കേസ് ജോർജ് ജോസഫ് എന്നെ അത്ഭുതപ്പെടുന്നു. ഈ കുട്ടി ഒരു മിടുക്കിയായ കായിക താരമാണ് എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിലൊക്കെ പോയി മത്സരിച്ച് മിടുക്കിയായ കായിക താരമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള കുട്ടിയായിരിക്കണം. ഇക്കാലയളവിൽ ഇത്രയും മനുഷ്യർ ഈ കുട്ടിയെ ഉപദ്രവിക്കൽ മാത്രമാണോ? KSRTC ബസ് സ്റ്റാൻഡിൽ ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന സ്വകാര്യ ബസ്സിനുള്ളിൽ വെച്ച് പല സ്ഥലങ്ങൾ കൊണ്ടുപോയി പലരായി പീഡിപ്പിക്കും. ഇതൊന്നും ആരും അറിയുന്നില്ലേ സർ നമ്മുടെ നാട്ടിൽ? അതെങ്ങനെയാണ് സാധ്യമാകുക ഒരു സമൂഹത്തിൽ?
അല്ല, ധന്യാരാമൻ അത് തന്നെയാണ് വേദനയോടെ പറഞ്ഞത്. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തുകൊണ്ട് എന്തുമാത്രം സംഘടനകൾ നമുക്ക് സ്ത്രീകളുടെ ഉണ്ട്, പുരുഷന്മാരുടെ ഉണ്ട്, എന്തെല്ലാം അസോസിയേഷനുകളാണ് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി. നമ്മളാരും ഇവരിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങളുടെ പലരും വീട് കണ്ടിട്ട് ഇന്നും പ്ലാസ്റ്റിക് കെട്ടി വനത്തിൽ കിടക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്തുമാത്രം സാമൂഹ്യ സംഘടന, എത്ര മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങാണ് വരുന്നത്. ആ പ്ലാസ്റ്റിക് കെട്ടി കിടക്കുന്ന വനത്തിൻ്റെ അടുത്ത് കിടക്കുന്ന അവിടെയെങ്കിലും ഒരു ഷീറ്റ് ഇറക്കി ഗവൺമെൻറ് കൊടുക്കുക, അല്ലെ സന്നദ്ധ സംഘടനകൾ കൊടുക്കുക. എന്തുമാത്രം പണമാണ് നമ്മൾ കളയുന്നത്. അപ്പോൾ അതിലേക്ക് വരണം. അത് ഈ ഒരു സംഭവത്തിന് ശേഷമെങ്കിലും സന്നദ്ധ സംഘടനകളെല്ലാവരും അതിലേക്ക് വന്നിട്ട് അവർക്ക് ജീവിക്കാനുള്ളൊരു അവസരം, കുറച്ച് ഭേദമായിട്ട് അവർക്കൊരു വിദ്യാഭ്യാസം കൊടുത്ത് ചെറിയൊരു വസതിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് നമുക്ക് പട്ടിണി അല്ലെങ്കിൽ അങ്ങനത്തെ ബിലോ പോവർട്ടി ലൈനിലുള്ളവരാരും ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം വരാൻ പോകുന്നു. നമ്മളിവിടെ നാട്ടിൻ പ്രദേശത്തൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. ഈ സെറ്റിൽമെൻറ്റ് 1700 ഉണ്ടെന്നാണ് ധന്യാരാമൻ പറയുന്നത്. അത്രയൊക്കെ ഉണ്ടാവും. അവിടങ്ങളിൽ അതുങ്ങളുടെ അവസ്ഥ അതൊക്കെ വളരെ കണ്ടീഷൻ മോശമാണ്, വീടും മോശമാണ്, സാമൂഹ്യ സ്ഥിതിയും മോശമാണ്. അവിടുത്തെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്നുണ്ട്, ആൺപിള്ളേർ ധാരാളം. അവർക്കൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ കൊടുത്ത് അതുങ്ങളെ നമ്മൾ നമ്മുടെ ഒപ്പം ഉയർത്തിക്കൊണ്ട് വരണ്ടേ എന്നാണ് ഈ നടക്കുന്ന. വർഷം 75-76 കഴിഞ്ഞില്ലേ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട്. അത് തന്നെയല്ല, മറ്റുള്ള സ്റ്റേറ്റിനെക്കാളും ബെറ്ററായ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ. അത് ഞാൻ എപ്പോഴും പറയും. ഞാൻ പല സ്റ്റേറ്റിലും, കൽക്കട്ടയിലും അതുപോലെ ബോംബെയിലും ഗോവയിലും ഒക്കെ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിതിനൊരു തടയിടാൻ എന്താ മാർഗം? അത് ധന്യാരാമനെ പോലെയുള്ള കുറേയധികം ആൾക്കാരുണ്ട് കേരളത്തിൽ. അവരുടെ പിന്നിൽ ധാരാളം ആൾക്കാരുണ്ട്. ആ വനത്തിലേക്ക് കിടക്കുന്നവരെ പോയി കാണാനുള്ള അവസരം അത് തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ളൊരു ഒരു പൈസ അവർ ചോദിക്കുന്നില്ല, അങ്ങോട്ട് പോകാനുള്ള ചിലവ് ചോദിക്കുന്നില്ല. പക്ഷേ കാട്ടിൽ കയറാനുള്ള ഫോറസ്റ്റുകാരുടെ അവിടുത്തെ അനുഭവം വാങ്ങിച്ച് നിങ്ങൾ കൊടുക്കട്ടെ. കാരണം അവരുടെ കൂടെ പോട്ടെ. അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഇഷ്ടം പോലെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്, അവരുടെ കൂടട്ടെ. ഇവരുടെ അവസ്ഥ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളാരും. അതിലെ ഓരോ വാക്കും തന്നെ കൃത്യമായ അനുഭവത്തിന്റെ തീച്ചുളയിൽ എന്ന് പറയുന്നതുമാണ്.